നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലയോണൽ മെസ്സിയെ കൊണ്ടുവരാൻ സർക്കാരിന് ₹1 ചിലവില്ലെന്ന സർക്കാർ വാദം പൊളിയുന്നു. മെസ്സിയെ ക്ഷണിക്കാൻ പോയ ഇനത്തിൽ സർക്കാരിന് ചിലവ് 13 ലക്ഷം. സ്പെയിൻ സന്ദർശിച്ചത് കായിക മന്ത്രിയും കായിക യുവജനകാര്യ സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറും. വിവരാവകാശ രേഖ പുറത്ത്. अपने किसानों का हित सर्वोच्च प्राथमिकता है। भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. അമേരിക്കയ്ക്ക് ചുട്ട മറുപടിയുമായി പ്രധാനമന്ത്രി. മുൻഗണന രാജ്യ താൽപര്യങ്ങൾക്ക്. പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഭാരതം തയ്യാർ. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും നരേന്ദ്രമോദി. CPM നുണപ്രചരണങ്ങൾക്ക് മറുപടിയുമായി സദാനന്ദൻ മാസ്റ്റർ. CPMന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതിന്റെ മനസംഘർഷം. തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ആദർശം നൽകുന്ന കരുത്തിൽ നിവർന്നു നിൽക്കുന്നുവെന്നും രാജ്യസഭാ MP ജനം ടിവിയോട്. ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായി ഊർജിത തിരച്ചിൽ. 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. കുടുങ്ങിക്കിടക്കുന്ന മലയാളി സംഘം ഗംഗോത്രിയിലെ ക്യാമ്പിൽ. 28 അംഗ സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമം. ശ്വേതാ മേനോനെതിരെ ഉയർന്ന പരാതിയിലും കേസിലും ദുരൂഹത. പിന്നിൽ നടൻ ബാബുരാജ് എന്ന ആരോപണം. കേസ് കോടതി നിർദ്ദേശപ്രകാരമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. FIR റദ്ദാക്കണമെന്ന ശ്വേതയുടെ ഹർജി ഹൈക്കോടതി 1:45 പരിഗണിക്കും. ചികിത്സിക്കാൻ പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. ശമ്പള കുടിശ്ശികയായി ബോർഡ് നൽകാനുള്ളത് 4 ലക്ഷം രൂപ. വൃക്കരോഗിയായിരുന്ന ചന്ദ്രൻ പണത്തിനായി ബോർഡിനെ സമീപിച്ചത് പലവട്ടം. അമ്പലങ്ങൾ ജീവനക്കാർക്ക് സ്വയം ശമ്പളം കണ്ടെത്തണമെന്ന് ദേവസ്വം ബോർഡ്. ചേർത്തല തിരോധാന കേസുകളിൽ കൂടുതൽ തെളിവ് തേടി ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഇന്നും തിരച്ചിൽ. പ്രതിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം. പരിശോധനയ്ക്ക് അയച്ച അസ്ഥികളുടെ DNA ഫലം കാത്ത് പോലീസ്. ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം തുടർന്ന പോലീസ്. കേസെടുത്ത ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനായില്ല. ശനിയാഴ്ച ബോൾഗാട്ടിയിൽ നടത്താനിരുന്ന വേടൻ മെഗാ ഷോ മാറ്റിവെച്ചു. വേടൻ ഒളിവിലാണെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. താരസംഘടനയിൽ തെരഞ്ഞെടുപ്പടുത്തിരിക്കെ ശ്വേതാ മേനോനെതിരെ ഉയർന്ന പരാതിയിലും കേസിലും ദുരൂഹതയുണ്ടെന്ന ആരോപണം. കേസിന് പിന്നിൽ നടൻ ബാബുരാജ് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, താരസംഘടനയിൽ തെരഞ്ഞെടുപ്പടുത്തിരിക്കെയാണ് ശ്വേതാ മേനോനെതിരായ ഈ പരാതി ഉയർന്നത് എന്നുള്ളതിലാണ് ഇപ്പോൾ നിലവിൽ ദുരൂഹത ഉയർന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചില നടന്മാരെ കേന്ദ്രീകരിച്ചും ഈ ആരോപണം വരുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ ശ്വേത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യവുമായി. കേസ് ഉച്ചയ്ക്ക് 1:45 ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ. രോഹിണി, ഈ ഒരു സമയത്ത്, അതായത് താരസംഘടനയിലെ
തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു കേസും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ചർച്ചയ്ക്കുമെല്ലാം തന്നെ വഴിവെച്ചത് ആസൂത്രിതമായി ആണ് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്നത്. കാരണം വളരെ നേരത്തെയുള്ള കേസാണ്, നേരത്തെ നൽകിയിരിക്കുന്ന പരാതിയാണ്, അതിൻ്റെ തുടർ നടപടിയാണ് എന്നെല്ലാം തന്നെ വിശദീകരിക്കപ്പെടുമ്പോഴും ആസൂത്രിതമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വിവാദങ്ങൾ. പ്രത്യേകിച്ച് മുമ്പ് അഭിനയിച്ച സിനിമകൾ സെൻസർ ബോർഡ് അടക്കം അനുമതി നൽകിയിരിക്കുന്ന സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകളുടെ പേരിലും അതിൻ്റെ അഭിനയത്തിൻ്റെ പേരിലും എല്ലാം തന്നെയാണ് ഇത്തരം ശ്വേതാ മേനോനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉയർത്തപ്പെട്ടതും അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും ചർച്ചയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ പുറത്തു വരണം. കാരണം നേരത്തെ നടൻ രവീന്ദ്രൻ അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾ ശ്വേതയ്ക്കൊപ്പമാണ്. അവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, താരസംഘടനയിലെ രണ്ട് പാനലുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായി മത്സരിക്കുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളില്ല. മറിച്ച് അവിടെ ശ്വേതാ മേനോനൊപ്പം അണിനിരക്കുക, ഇത്തരത്തിൽ ദുരാരോപണങ്ങളെ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീക്കൊപ്പം നിൽക്കുക എന്ന ഒരു കാര്യം തന്നെയായിരിക്കും തങ്ങളെല്ലാവരും ചെയ്യുക. ഒറ്റക്കെട്ടായി തന്നെ അക്കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്ന കാര്യം ഈ ആളുകളെല്ലാം തന്നെ സിനിമാ മേഖലയിലെ വ്യത്യസ്ത ആളുകൾ അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയ്ക്കകത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം ഉയർന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്കെല്ലാം വഴിവെച്ച നീക്കങ്ങൾ ഉണ്ടായത് എന്ന സൂചനകൾ പുറത്തു വരുന്നത്. അത് ഏറ്റവും പ്രധാനവുമാണ്. കാരണം ശ്വേതാ മേനോൻ പത്രിക നൽകുമ്പോൾ തന്നെ അത് വിവാദമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അത് വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളും എതിർപ്പുകളെല്ലാം തന്നെ ഒറ്റപ്പെട്ട നിലയിൽ പുറത്തു വരികയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ശ്വേതാ മേനോനെതിരെ ഒരു പരാതി നൽകുന്നു, അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു, ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. വിശദമായി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന കാര്യം തന്നെയാണ് നിലവിൽ മത്സരരംഗത്തുള്ള എല്ലാവരും, താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട് മത്സരരംഗത്തുള്ള ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എറണാകുളം CJM കോടതി നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത് എന്ന് പോലീസ് വ്യക്തമാക്കുമ്പോഴും ഇത്ര വൈകി അല്ലെങ്കിൽ നേരത്തെ എടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടത്തിൽ അമ്മയിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, അതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, അവിടെ പ്രചാരണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ അതിൽ മത്സരിക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം കൊണ്ടുവന്നതാണ് ഏറ്റവും പ്രധാനം. സെൻസർ ചെയ്ത് ഇറങ്ങിയ ചിത്രങ്ങളായിരുന്നു ഈ ആരോപണത്തിന് അടിസ്ഥാനം എന്നതും ഇവിടെ ഏറ്റവും പ്രധാനമായും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സെൻസർഷിപ്പ് ഇല്ലാത്ത സിനിമകളായിരുന്നില്ല, പകരം സെൻസർഷിപ്പോടുകൂടി പുറത്തിറങ്ങിയ രതി നിർവേദമാണെങ്കിലും പലേരി മാണിക്യമാണെങ്കിലും മറ്റ് കളിമണ്ണ് എന്ന സിനിമയാണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിൽ കൃത്യമായി സെൻസർഷിപ്പോടെ പുറത്തിറങ്ങിയതായിരുന്നു. ആ സിനിമയ്ക്കാണ് ഇത്തരത്തിൽ ഇങ്ങനെ അതിൻ്റെ പേരിൽ തെറ്റായ വകുപ്പുകൾ അല്ലെങ്കിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന ഒരു രീതിയിലേക്ക് IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരമായിരുന്നു നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നതടക്കമാണ് ശ്വേതാ മേനോനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റവും. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നടി ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചു. അന്വേഷണ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യമുണ്ട്. ഹർജി ഇന്ന് ഉച്ചയ്ക്ക് 1:45 പരിഗണിക്കും. ഇക്കഴിഞ്ഞ 30-നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതയ്ക്കെതിരെ കേസെടുത്തത്. CJM കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസ് നടപടി. CJM കോടതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചുകൊണ്ടായിരുന്നു കേസെടുക്കാനുള്ള നിർദ്ദേശം. തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം ഹൈക്കോടതിയിലെ ഹർജിയിൽ ശ്വേതാ മേനോൻ വാദമുന്നയിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാകും ഹർജി പരിഗണിക്കുക. ശ്വേതാ മേനോനെതിരായ കേസിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പ്രശസ്ത നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ G. സുരേഷ് കുമാർ. ആരോ മനഃപൂർവ്വം ശ്വേതയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പിന്നിൽ ആരെന്ന് പോലീസ് കണ്ടെത്തണം. പബ്ലിസിറ്റിക്ക് വേണ്ടി നൽകിയ കേസാണിത്. നിരപരാധിയെ ക്രൂശിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആർക്കും സമാധാനമായി സിനിമ എടുക്കാനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. സെൻസർ ബോർഡിന്റെ പരമാധികാരത്തിന്മേലുള്ള കൈകടത്തൽ കൂടിയാണ് നടന്നിരിക്കുന്നതെന്ന് G. സുരേഷ് കുമാർ ജനം TVയോട് പറഞ്ഞു. ശ്വേതാ മേനോനെതിരെ കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. പരാതിയിലെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തും. 25 വർഷങ്ങൾക്ക് മുൻപും അടുത്തിടെയും അഭിനയിച്ച സിനിമകളെക്കുറിച്ചും ആരോപണമുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല.
രജിസ്റ്റർ ചെയ്യണം. ഒരു 25 കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 67A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 3 and 5 ഓഫ് ITP ആക്ടിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ശ്വേതാ മേനോനെ പിന്തുണച്ച് നടൻ രവീന്ദ്രൻ. സഹപ്രവർത്തക നേരിട്ടത് ദൗർഭാഗ്യകരമായ അനുഭവമാണ്. ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണം. ഗൂഢാലോചനയുണ്ടായോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. അഭിനേതാക്കളെ കരിവാരി തേക്കുന്ന ആളുകൾക്കെതിരെയുള്ള നടപടി സിനിമാ നയത്തിൽ ഉണ്ടാകണമെന്നും നടൻ രവീന്ദ്രൻ പറഞ്ഞു. താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ പരാതി ആസൂത്രിതമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. സംഘടനയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് രവീന്ദ്രൻ മത്സരിക്കുന്നത്. ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയ്ക്ക് ശരിക്കും നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിനയം ഒരു കലയാണ്. അത് ഞങ്ങളുടെ തൊഴിലും കൂടിയാണ്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് 3 സൈനികർക്ക് വീരമൃത്യു. ഖണ്ഡ്വ ബസന്ത്ഗഡ് മേഖലയിലാണ് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. അസ്വസ്ഥത ഉളവാക്കുന്ന വാർത്തയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എക്സിൽ കുറിച്ചു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഖാനയെ ഞെട്ടിച്ച ഹെലികോപ്റ്റർ അപകടം. 2 മന്ത്രിമാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചു. പ്രതിരോധ മന്ത്രി എഡ്വേർഡ് ഒനെ ബോമ, പരിസ്ഥിതി മന്ത്രി ഇബ്രാഹിം മുർത്തല മുഹമ്മദ് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. മരിച്ചവരിൽ 3 പേർ ജീവനക്കാരാണ്. ദുരന്തത്തെ ഖാന സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും രാജ്യ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കും. ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴാണ് രാജ്യ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയുമെല്ലാം താൽപര്യങ്ങൾ സംരക്ഷിക്കും. പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ അത് നേരിടാൻ തയ്യാറാണെന്നും ഡൽഹിയിൽ MS സ്വാമിനാഥൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു. ഭാരത് अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചാലും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താനാകുമെന്ന ആത്മവിശ്വാസമാണ് ഭാരതത്തിന്റെ നിലപാടുകൾക്ക് കരുത്തു പകരുന്നത്. തീരുവ വർദ്ധിപ്പിച്ച നടപടി അന്യായമാണെന്നും റഷ്യയിൽ നിന്ന് മാത്രമല്ല ആരുമായും വ്യാപാരത്തിൽ ഏർപ്പെടണമെന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിനുണ്ടെന്നും നേരത്തെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയേക്കാൾ ലോകരാജ്യങ്ങൾക്ക് സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് ഭാരതത്തിന്റെ വളർച്ചയും ഓപ്പറേഷൻ സിന്ദൂരിൽ ട്രംപിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതുമാണ് തീരുവ വർധനവ് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ജനം, ഡൽഹി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറത്തിറങ്ങി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 25. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ മാറ്റം തിരിച്ചറിയണമെങ്കിൽ ബസ്തറിലെത്തണം. കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൈയടക്കി വെച്ച ഗ്രാമങ്ങളിൽ ഇന്ന് വികസനത്തിന്റെ വെളിച്ചം എത്തിത്തുടങ്ങിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനും 78 വർഷങ്ങൾക്കിപ്പുറം ആദ്യമായാണ് ഈ മേഖലകളിൽ റോഡും പാലവും വൈദ്യുതിയും ശുദ്ധജലവുമൊക്കെ എത്തുന്നത്.
ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ രാക്ഷസൻ കോട്ടയായിരുന്നു ദന്തേവാഡ, ബസ്തർ, സുഗമ അടക്കമുള്ള വനമേഖല. എന്നാൽ ആദിവാസി ഗ്രാമങ്ങളിലേക്കിന്ന് വികസനത്തിന്റെ കാറ്റ് വീശിക്കഴിഞ്ഞു. ആ മാറ്റങ്ങളിലേക്കാണ് ജനം TV നിങ്ങളെ കൊണ്ടുപോകുന്നത്. പട്ടിണിയുടെയും അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയുടെയും ഒരു ഭൂതകാലമുണ്ടായിരുന്നു ബസ്തറിന്. ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട ഒന്നും ബസ്തറിലെ ആദിവാസി ജനതയ്ക്ക് കിട്ടിയതുമില്ല. ഭയം ഭരിച്ചിരുന്ന ഗ്രാമങ്ങളിൽ ജനതാ സർക്കാരുകൾ എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ സ്വന്തം ഭരണ സംവിധാനം നടപ്പാക്കി പോന്നു. ജീവനിൽ പേടിയുള്ള ഒരു സർക്കാർ സംവിധാനവും അവിടേക്ക് തിരിഞ്ഞു നോക്കാതെയായി. ഇതിന് മാറ്റം വന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയതോടെയാണ്. അടിസ്ഥാന സൗകര്യ വികസനമാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതെന്ന് സർക്കാർ മനസ്സിലാക്കി. അബൂജ്മത് പോലെയുള്ള ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി റോഡിലൂടെയും പാലങ്ങളിലൂടെയും ബന്ധിപ്പിച്ചു. ഇതോടെ വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം ഈ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിലേക്കും എത്തി. ഗ്രാമങ്ങളിൽ എത്തിച്ചേരാൻ സംവിധാനമില്ലാത്തതായിരുന്നു വികസനത്തിന് തടസ്സമായി നിന്നത്. സർക്കാർ ആദ്യം ചെയ്തത് എല്ലാ ആദിവാസി ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കാൻ പാലങ്ങളും റോഡുകളും നിർമ്മിക്കുക എന്നതായിരുന്നു. ഇന്ദ്രാവതി നദിക്ക് കുറുകെ കൂറ്റൻ പാലം പണിതു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിലൂടെ റോഡുകൾ പണിത് ആദിവാസി ഗ്രാമങ്ങളെ പട്ടണങ്ങളുമായി ബന്ധിപ്പിച്ചു. വികസനത്തിന് വഴിമുടക്കാൻ കമ്മ്യൂണിസ്റ്റ് ഭീകരർ അഴിച്ചുവിട്ട ആക്രമണങ്ങളെ സർക്കാർ സധൈര്യം നേരിട്ടു. പിന്നെ കണ്ടത് 4-5 വർഷം കൊണ്ട് ബസ്തറിന്റെ മുഖം മാറുന്നതാണ്. सरकार ने एक नया स्कीम लॉन्च किया, नियत नेल्लानार। ये गोंडी शब्द है और इसका आशय होता है मेरा प्यारा गांव। तो उसको लेकर के सरकार ने उस स्कीम के तहत अंदरूनी इलाकों में डेवलपमेंट के भी काम किए। अबूझमाड़ जो है वो बस्तर का सबसे रिमोट एरिया कहा जाता था। वहाँ तक भी अभी 4 ब्रिज इंद्रावती नदी में गवर्नमेंट बना रही है, जिसमें 2 ब्रिज बन गए हैं। अभी 2 ब्रिज जो है अंडर कंस्ट्रक्शन है. ഗ്രാമങ്ങളിൽ വീടുകൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ള കണക്ഷൻ നൽകി. വൈദ്യുതി ലൈനുകൾ വലിച്ചു. തടസ്സമുള്ളിടത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. റേഷൻ കടകളെത്തി. പോസ്റ്റ് ഓഫീസും സ്കൂളുകളും അംഗനവാടികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആദിവാസി ഗ്രാമങ്ങളിൽ ആദ്യമായി എത്തി. തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കി. ചിത്രകൂട് വെള്ളച്ചാട്ടമടക്കം മുൻനിർത്തി ടൂറിസം പ്രോത്സാഹിപ്പിച്ചു. ചെറുകിട വ്യവസായങ്ങൾ, കൃഷി, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം എന്നിവയ്ക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. ശരവേഗത്തിലാണ് ബസ്തർ കുതിക്കുന്നത്. സമ്പന്നമായ പാരമ്പര്യവും മനോഹരമായ പ്രദേശങ്ങളുമാണ് ഛത്തീസ്ഗഡിലെ ആദിവാസി ഗ്രാമങ്ങൾ ഉള്ളത്. വളർച്ചയുടെ ഗതിവേഗം വർദ്ധിക്കണമെങ്കിൽ ഇവിടെ സുരക്ഷ കൂടി കർശനമാക്കണം. അങ്ങനെയെങ്കിൽ ഇന്ത്യ പൂർണ്ണമായും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാലം വിദൂരമല്ല. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. നുണപ്രചരണങ്ങൾക്ക് മറുപടിയുമായി സി സദാനന്ദൻ മാസ്റ്റർ MP. കാലം മാറിയെന്ന് CPM മനസ്സിലാക്കണം. കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതിന്റെ മനസ്സംഘർഷത്തിലാണ് CPM തനിക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നത്. തളർത്താൻ നോക്കിയവർക്ക് മുൻപിൽ മുട്ടിലിഴഞ്ഞിട്ടില്ലെന്നും ആദർശത്തിന്റെ കരുത്തിൽ നിവർന്നു നിൽക്കുമെന്നും സദാനന്ദൻ മാസ്റ്റർ ജനം TVയോട് പറഞ്ഞു. ചിലത് പറയാനുണ്ട് എന്ന തലക്കെട്ടോടെയാണ് CPM നേതാക്കളും സമൂഹ മാധ്യമങ്ങളിലെ ഇടത് പ്രൊഫൈലുകളും നടത്തുന്ന നുണപ്രചാരണങ്ങൾക്ക് സി സദാനന്ദൻ മാസ്റ്റർ MP മറുപടി നൽകിയത്. തന്നെ ആക്രമിച്ച കേസിൽ പ്രതികൾ ജയിലിൽ പോകേണ്ടി വന്ന മനസ്സംഘർഷത്തിലാണ് CPMഉം അവരുടെ സ്വാധീനത്തിലുള്ള ചില മാധ്യമങ്ങളും വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. കാലം മാറിയെന്ന് CPM മനസ്സിലാക്കണം. ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും നിങ്ങൾ പഴഞ്ചൻ പ്രാകൃത ചിന്തകളുടെ തടവറയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സദാനന്ദ മാഷ് 2 കാലും വെട്ടിമാറ്റപ്പെട്ട അവസ്ഥയിൽ ഉണ്ട് എന്ന സത്യം ജനങ്ങൾക്കറിയാം. പക്ഷേ അയാൾ അതിന് അർഹനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും നിന്ദ്യമായ പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാനിതൊരു ചർച്ചയാക്കണമെന്ന് ആഗ്രഹിച്ചതേ അല്ല.
അപ്പോൾ എനിക്ക് രാജ്യസഭാംഗമായി രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി ഒരുപക്ഷെ അവർ മാനസികമായി ആകെ വല്ലാത്തൊരു വിഭ്രമത്തിലായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതും അണികളിൽ ഉണ്ടാകുന്ന ഈ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള വികാരമോ വഴിതിരിച്ചു വിടാനൊക്കെയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് വലിയ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി നുണ പ്രചരിപ്പിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്ന നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീച പ്രവർത്തികൾക്കെതിരെ തുറന്നു പറച്ചിലുകൾ ആവശ്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് 1994 നേരിട്ട അക്രമത്തിന്റെ ക്രൂരതയും CPM-ന്റെ അക്രമ രാഷ്ട്രീയ നിലപാടുകളും സദാനന്ദൻ മാസ്റ്റർ വിശദീകരിച്ചത്. തളർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ മുട്ടിലിഴഞ്ഞിട്ടില്ലെന്നും ആദർശത്തിന്റെ കരുത്തിൽ നെഞ്ചുവിരിച്ച് നിവർന്നു നിൽക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ജനം, ഡൽഹി. തദ്ദേശ മേഖലകളിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. ഇടതുപക്ഷ യൂണിയന്റെ ജീവനക്കാരെ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടക്കുന്നു. ഒരേ ID നമ്പറിൽ ഒന്നിലധികം വോട്ടർമാരുണ്ട്. ഒരു വ്യക്തിക്ക് പലയിടങ്ങളിൽ വോട്ടുകളുണ്ട്. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയെന്നും അനൂപ് ആന്റണി പറഞ്ഞു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ പ്രകടനം വളരെയധികം മോശമാവും എന്നുള്ള തിരിച്ചറിവാണ് ഇടതുപക്ഷ മുന്നണിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ആയിക്കൊള്ളട്ടെ, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ, അവിടെയുള്ള ഭരണ സംവിധാനത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തെ ഭയക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മോശമായ പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ യൂണിയനിലും മറ്റുമുള്ള സർക്കാർ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ അട്ടിമറി നടത്തുന്നത്. അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ട് കേരളത്തിലുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക്. ഇതൊരു ചെറിയ ഫിഗർ അല്ല. എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് സംഖ്യയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾക്ക് കിട്ടിയത്. ഔദ്യോഗിക വസതിയിൽ പണക്കൂമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ആഭ്യന്തര സമിതിയുടെ അന്വേഷണം സമാന്തര നിയമ സംവിധാനമല്ലെന്നും യശ്വന്ത് വർമ്മയുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടില്ലെന്നും കോടതി വിലയിരുത്തി. ഭാരതത്തിന്റെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി പ്രധാനമന്ത്രി. കാർഷിക രംഗത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും സ്വാമിനാഥൻ നൽകിയ സംഭാവനകൾക്കുള്ള ആദരമായാണ് സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത്. ചില വ്യക്തികളുടെ സംഭാവനകൾ പ്രത്യേക കാലഘട്ടത്തിലേക്കോ പ്രദേശത്തേക്കോ മാത്രമായി ഒതുങ്ങുന്നതല്ലെന്നും ഭാരതാംബയുടെ യഥാർത്ഥ പുത്രനായിരുന്നു സ്വാമിനാഥനെന്നും പ്രധാനമന്ത്രി MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അനുസ്മരിച്ചു. प्रोफेसर MS स्वामीनाथन ऐसे ही महान वैज्ञानिक थे, मां भारती के सपूत थे. उन्होंने विज्ञान को जन सेवा का माध्यम बनाया. देश की खाद्य सुरक्षा को, फूड सिक्योरिटी को उन्होंने अपने जीवन का ध्येय बना लिया. ലയണൽ മെസ്സിയെ ക്ഷണിക്കാൻ പോയ ഇനത്തിൽ സർക്കാരിന് ചിലവ് 13 ലക്ഷം. കായിക മന്ത്രി, കായിക യുവജനകാര്യ സെക്രട്ടറി, കായിക യുവജനകാര്യ ഡയറക്ടർ എന്നിവരാണ് സ്പെയിൻ സന്ദർശിച്ചത്. മെസ്സിയെ കാണാതെയായിരുന്നു ക്ഷണിക്കാൻ എത്തിയത്. ഇതിന്റെ വിവരാവകാശ രേഖ പുറത്ത്. തൊഴിലിടത്തിൽ നേരിട്ട ലൈംഗിക പീഡന പരാതി തുറന്നു പറഞ്ഞതിന് ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി പരാതിക്കാരി. പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്നും പരാതിക്കാരി പറഞ്ഞു. 1.5 വർഷമായി തൊഴിലിടത്തിൽ നേരിട്ട ക്രൂര ലൈംഗിക പീഡനം സംബന്ധിച്ച് പരാതി നൽകാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പരാതിക്കാരി കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഉച്ചയോടെ സ്റ്റേഷനിലെത്തി. മൊഴിയെടുക്കാമെന്ന് ആദ്യം പോലീസ് പറഞ്ഞെങ്കിലും പിന്നീട് ACPയുമായി സംസാരിച്ച ശേഷം മൊഴിയെടുക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. തൃശൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ വൈകിട്ട് 7:30 വീണ്ടും വിളിച്ചു. മൊഴിയെടുക്കാനെത്താൻ ആവശ്യപ്പെട്ടു.
8:30 പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും FIR ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നാണ് മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസർ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും FIR ഉൾപ്പെടുത്തണമെന്ന് വാശി പിടിച്ചതോടെ മൊഴിയെടുക്കാനെന്ന രീതിയിൽ രാത്രി 1 മണിവരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. 3:30 പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്. കേസെടുത്തെങ്കിലും പരാതി സംബന്ധിച്ച് പോലീസിന് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടെന്നും പ്രതിയായ വേണു ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. ജനം, കൊച്ചി. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള റാപ്പർ വേടന്റെ സംഗീത പരിപാടി മാറ്റിവെച്ചു. ശനിയാഴ്ച കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താനിരുന്ന ഓളം ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിയത്. പരിപാടിക്കെത്തിയാൽ വേടനെ അറസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു പോലീസ്. കേസിൽ വേടന് പോലീസ് സംരക്ഷണം തുടരുകയാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ അന്വേഷണം മരവിപ്പിക്കുകയാണ് പോലീസ്. വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും കൃത്യമായ മറുപടിയില്ല. അവിചാരിത കാരണങ്ങളാൽ പരിപാടി മാറ്റിവെക്കുന്നുവെന്നാണ് ഓളം ലൈവ് സംഘാടകർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ എറണാകുളം തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്ററിച്ചതിന് പിന്നാലെ വേടൻ ഒളിവിൽ പോവുകയായിരുന്നു. യുവ ഡോക്ടർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ വിവരങ്ങൾ ചോർന്നോ എന്നും സംശയമുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെയാണ് തുടർച്ചയായ ബലാത്സംഗ കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടുള്ള അന്വേഷണമല്ല പോലീസ് നടത്തുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട്. വേടനെ പിടികൂടുന്നതിൽ പോലീസ് വീഴ്ച തുടരുമ്പോൾ പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിരിക്കുകയാണ്. ഒളിവിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴൊന്നും പറയാനില്ലെന്നായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ മറുപടി. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. സാക്ഷികളെ അടക്കം കാണും. എല്ലാ കാര്യങ്ങളും നോക്കി നടപടിയെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയത്തിലെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിലവിൽ ഹൈക്കോടതിയുടെ മുമ്പ് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക, മറ്റു വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി നമുക്കൊന്നും സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ വേടന്റെ അറസ്റ്റ് നീട്ടുകയാണ് പോലീസ്. എന്നാൽ ബലാത്സംഗ കേസിലെ പ്രതി ഒളിവിൽ തുടരുന്നത് അതിജീവിതയ്ക്കും ഭീഷണിയാണ്. മൊബൈൽ ലൊക്കേഷനുകൾ, സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ള ഫോൺ വിളികൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമില്ല. ജനം, കൊച്ചി. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അസസ്മെന്റിൽ കേരളം അവസാന പട്ടികയിൽ. 70% സ്കോർ കുറഞ്ഞ വികസനം ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം. വ്യവസായ കേന്ദ്രീകൃത പരിഷ്കരണങ്ങളിലും വ്യക്തി കേന്ദ്രീകൃത പരിഷ്കരണങ്ങളിലും കേരളം പിന്നിൽ. പുറത്തുവന്നത് 2022 നടത്തിയ ബ്രാപ്സ് അസസ്മെന്റിലെ വിവരങ്ങൾ. ജനം എക്സ്ക്ലൂസീവ്. വ്യാവസായിക വളർച്ചയിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലുമൊക്കെ കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥയെന്തെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് ലോക്സഭയിലാണ് പുറത്തുവിട്ടത്. കേന്ദ്ര വ്യവസായ പ്രോത്സാഹനവും ആഭ്യന്തര വ്യാപാരവും വകുപ്പിന്റെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അഥവാ ബ്രാപ് അസസ്മെന്റിൽ കേരളം ഉൾപ്പെടുന്നത് ഏറ്റവും അവസാന സ്ഥാനക്കാരുടെ പട്ടികയിലെന്നാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ 70% താഴെയുള്ള അസ്പയറർ അഥവാ വികസനം ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം ഉൾപ്പെടുന്നത്. വ്യവസായ കേന്ദ്രീകൃത വ്യക്തി കേന്ദ്രീകൃത പരിഷ്കരണങ്ങളിലും കേരളം പിന്നിലാണ്. 2022 അവസാനത്തെ ബ്രാപ് അസസ്മെന്റ് നടന്നത്. കേരളം ഒന്നാമതെത്തിയെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് രീതി വേൾഡ് ബാങ്ക് 2020 അവസാനിപ്പിച്ചെന്നും കേന്ദ്രം പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ പ്രതിരോധം ശക്തമാക്കി ഹിന്ദു സംഘടനകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു. 100-ലധികം പേരാണ് തിരികെ എത്തിയത്. അഖില ഭാരതീയ ഘർ വാപസി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവ് നേതൃത്വം നൽകി. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത് പറയും. രോഹിണി, നമ്മളിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്, നമ്മളിത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ്. അതായത് ഛത്തീസ്ഗഡിൽ ഈ കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയ, ഛത്തീസ്ഗഡിൽ കേരളത്തിൽ നിന്നുള്ള മത പുരോഹിതർ, കന്യാസ്ത്രീകൾ
അവിടുത്തെ പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങളെ പ്രലോഭിപ്പിച്ച് പണം നൽകി അതോടൊപ്പം തന്നെ അവർക്ക് അസുഖങ്ങൾ മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ് മതം മാറ്റി ആ സംസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി പാസ്റ്റർമാരും കന്യാസ്ത്രീകളുമാക്കുന്ന കലാപരിപാടി വർഷങ്ങളായി നടന്നു വരുന്നതാണ്. അതിനെതിരെ ഇപ്പോൾ ഇതാ അവിടുത്തെ ഹിന്ദു സംഘടനകൾ പ്രതിരോധം ശക്തമാക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ഏറ്റവും ഒടുവിൽ നടന്ന കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഹിന്ദു സംഘടനകൾ അവിടെ സജീവമായി ഈ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ജഷ്പൂർ ബെൽറ്റിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കുന്നു ഹിന്ദു സംഘടനകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു എന്നുള്ളതാണ് വാർത്ത. തിരികെ എത്തിയത് ഏതാണ്ട് 100-ലധികം ആളുകൾ എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ശക്തി ജില്ലയിൽ നടന്ന വിരാട് ഹിന്ദു സമ്മേളനത്തിലായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അഖില ഭാരതീയ ഘർ വാപ്പസി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ള വിവരവും ഇതോടൊപ്പം നമുക്ക് നൽകാനുണ്ട്. മടങ്ങിയെത്തിയവരുടെ പാദങ്ങൾ കഴുകി ഹിന്ദുമതത്തിലേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകാനും കഴിയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഈ പ്രബൽ പ്രതാപ് ജുദേവിന്റെ അച്ഛൻ ദിലീപ് ജുദേവ്, അദ്ദേഹം വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു, ഫോറസ്റ്റിന്റെ മന്ത്രിയായിരുന്നു. മാത്രമല്ല അവിടുത്തെ രാജ കുടുംബമാണ് ഇവരുടേത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ ദിലീപ് ജി തന്നെ അവിടെ ഈ ഘർ വാപ്പസി പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 10,000-ങ്ങളാണ് ഘർവാപ്പസി നടത്തി തിരികെ ആ ബെൽറ്റിൽ മുഴുവൻ വന്നത്. ബസ്തർ ബെൽറ്റിൽ അവിടുത്തെ രാജകുടുംബമാണ് ഇവരുടേത്. രാജകുടുംബം തന്നെ ഇപ്പോൾ നേരിട്ടിറങ്ങിയിരിക്കുന്നു ഈ ഘർവാപ്പസിക്ക്. അതായത് അവിടുത്തെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ, കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ കളത്തിലിറങ്ങിയിരിക്കുന്നു. രാജകുടുംബം നേരിട്ട് വനവാസി ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. രാജകുടുംബാംഗം തന്നെ നേരിട്ട് വനവാസികളുടെ കാൽ കഴുകി ഈ ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതായത് കനത്ത പ്രതിരോധം നേരിടേണ്ടി വരുന്നു മതപരിവർത്തന മാഫിയ. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ചികിത്സയ്ക്ക് പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. ശമ്പള കുടിശ്ശികയായി 4 ലക്ഷം രൂപയാണ് ഇയാൾക്ക് ബോർഡിൽ നിന്ന് ലഭിക്കാനുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വൃക്കരോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ല. അതേസമയം ശമ്പള കുടിശ്ശികയിൽ പങ്കില്ലെന്ന പ്രതികരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തി. വരുമാനമുള്ള അമ്പലങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി സ്വയം ശമ്പളം കണ്ടെത്തണം എന്നാണ് ചട്ടമെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടി. നമ്മൾ അച്ഛൻ മലബാർ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 96 മുതൽ കയറിയതാണ് ആൾ. എന്നിട്ടും ഒരു ഇനി ബാക്കി പൈസ കിട്ടാനുള്ളത് 2010 to 15 വരെയുള്ള ഒരു 3 ലക്ഷം രൂപയും ബാക്കി 14 ജനുവരി മുതൽ നവംബർ വരെ ഒരു 1.25 ലക്ഷം രൂപയും കിട്ടാണ്ട്. ഇതിനു വേണ്ടി നമ്മൾ അധികാരിയുടെ മുന്നിൽ കുറേ വട്ടം വന്നതാണ്. കോടതിയും അവരുടെ മുന്നിൽ കുറേ സമർപ്പിച്ചാണ്. അതിനൊന്നും ഒരു റെസ്പോണ്ട് നമുക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഇത്രയും അത്രയും ദയനീയ അവസ്ഥയും കാര്യങ്ങളും അവനെ അറിയിച്ചാണ്. ഇങ്ങനെയൊക്കെ അസുഖങ്ങളാണ്, ഇത് കനിയണം എന്നൊക്കെ. കാരണം ഇതിന് അവരെ പോയിട്ട് നമ്മൾ എത്രയും പറയുക, നമ്മുടെ അവകാശമായത് കൊണ്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരെ പോയിട്ട് നമ്മൾ എതിർക്കേ അവിടെ ഒന്നും ചെയ്യല്ല. നമ്മുടെ അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങും അത്ര. ഇത് പറഞ്ഞിട്ട് പോലും അവർ ഒരു ദയാദാക്ഷിണ്യം നമ്മളടുത്തായിട്ട് കാണിച്ചിട്ടില്ല. നമുക്ക് ആ പൈസ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ ജീവൻ ഒന്നും കൂടി എനിക്ക് തോന്നുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തോന്നിയിരുന്നത്. അവർക്ക് അതിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തോണ്ട് ഇത് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് അച്ഛൻ കുറച്ചവിടെ ഞങ്ങളപ്പം കൂടെ ഉണ്ടായേനെ. മലബാർ ദേവസ്വം ബോർഡിന് നല്ല അനാസ്ഥയുണ്ട്. ഇവന് മാത്രമല്ല, ഈ ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് ആരിയേഴ്സിൻ്റെ പൈസ കിട്ടാണ്ട് അതുവരെ കൊടുത്തിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതൊരു മലബാർ ദേവസ്വത്തിൻ്റെ ബോർഡിൽ നിന്ന് നല്ല അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവർ വേണ്ട മാതിരിയുള്ള സഹായം ഇനിയെങ്കിലും ഇവർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂർ സർവകലാശാലയിലെ സംഘർഷത്തിൽ 220 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. SFI, KSU, MSF നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തത്. സംഘർഷമുണ്ടാക്കിയതിനും പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്.
പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള LP സ്കൂൾ പ്രവർത്തിക്കുന്നത് ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചുകെട്ടിയ കെട്ടിടത്തിൽ. കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിനുള്ളിൽ ക്ലാസ് തുടരുകയാണ്. സാനു കെ സജീവ് ചേരുന്നു. സാനു, പല ആവർത്തിയാണ് ഇത്തരത്തിൽ സർക്കാർ സ്കൂളുകളുടെ ദയനീയ അവസ്ഥ നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതിനെതിരെയൊക്കെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെയല്ല വസ്തുത എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള LP സ്കൂളിന്റെ ദുരവസ്ഥയാണോ ഇത്തരത്തിൽ ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടിയ കെട്ടിടത്തിൽ ക്ലാസുകൾ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത്? തീർച്ചയായിട്ടും, അതായത് വീഴ്ചകൾ തുടർക്കഥയാവുമ്പോഴും അതൊന്നും പരിഹരിച്ച് മുന്നോട്ട് പോകാനോ ഇതുവരെ അധികാരികൾ തയ്യാറാവുന്നില്ല എന്നതിൻ്റെ അവസാന ഉദാഹരണമാണ് താന്യം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗം സ്കൂൾ പ്രവർത്തിക്കുന്ന ക്ലാസ് നടക്കുന്ന ആ കെട്ടിടത്തിൻ്റെ ദുരവസ്ഥ. അതായത് കഴിഞ്ഞ ദിവസമാണ് കോടാലിയിൽ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ സീലിംഗ് തകർന്നുകൊണ്ട് വലിയൊരു അപകടമുണ്ടായത്. പുലർച്ചെയായതിനാൽ വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. അതിന് തൊട്ട് മുന്നെയാണ് വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വീഴ്ചകളുടെ അല്ലെങ്കിൽ ഇത്തരം ദുരനുഭവങ്ങളുടെ അവസാന കണ്ണിയായിട്ട് ഒരുപക്ഷെ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള LP വിഭാഗം ക്ലാസ് പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടം മാറുന്നു എന്നാണ് നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാവുന്നത്. അതായത് ഈ വളരെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടി, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളമടക്കം ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ ഈ നമ്പർ 1 കേരളം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ആ സംസ്ഥാനത്ത് തന്നെ നടക്കുന്ന വീഴ്ചകളുടെ അവസാന ഉദാഹരണം എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. കൊച്ചുകുട്ടികൾ, അതായത് ഈ കുഞ്ഞു കുട്ടികൾ ഓടി നടക്കുന്ന ആ ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനുള്ളിലാണ് ഈ ഒരു ദുരവസ്ഥ. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. അതിൻ്റെ ഈ കഴുക്കോലുകൾ അടക്കം, അതായത് ഓടിട്ട കെട്ടിടത്തിൻ്റെ കഴുക്കോലുകൾ അടക്കം തകർന്ന് ദ്രവിച്ചിരിക്കുന്നു. അതിന് മേളിൽ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി, കയറിട്ട് വലിച്ചു കെട്ടി ക്ലാസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ എത്രത്തോളം ദുരവസ്ഥയുടെ ഒരു ഭാഗവാക്കാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ദ്രവിച്ചിരിക്കുകയാണ്. കാലപ്പഴക്കത്തെ തുടർന്ന് തകർച്ചയുടെ വക്കിലാണ്. ഓടുകളടക്കം നിലത്ത് വീണ് പൊട്ടി തകർന്ന് കിടക്കുന്നു. അത്തരത്തിൽ ആ ഒരു കെട്ടിടത്തിൽ ഇപ്പോഴും ക്ലാസ് തുടരുന്നു എന്നുള്ളത് എത്രത്തോളം ആശങ്കയുണർത്തുന്ന കാര്യമാണ്, എത്രത്തോളം ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. കൊച്ചുകുട്ടികളടക്കം ക്ലാസ്സിനുള്ളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളും ഇതിനുള്ളിലുണ്ട്. എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റിയാലും അതെല്ലാം വീഴ്ചകളുടെ ഭാഗമായി തന്നെ വേണം നമുക്ക് കാണാനായിട്ട്. ഈ ദൃശ്യങ്ങളിൽ ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തെ ഉത്തരവടക്കം പൊളിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികളൊക്കെ നൽകിയിട്ടും അത് പരിഹരിക്കാനോ അതിനെതിരെ നടപടി സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്കൂളിൽ, പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 700 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 700 കുട്ടികളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 400-ലധികം കുട്ടികളും ബാക്കിയുള്ള ക്ലാസ്സുകളിൽ അതിനനുസരിച്ച് തന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും തകർച്ചയുടെ വക്കിലെന്നാണ് ഈ രക്ഷിതാക്കൾ അടക്കം പറയുന്നത്. ഇതിനു മുൻപേ ഇവർ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാനോ അതിന് നടപടിയെടുക്കാനോ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ നാട്ടുകാരടക്കം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ചേട്ടാ ഈ സ്കൂളിൻ്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം? ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്കൂളാണ്. നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും പഴയ സ്കൂൾ എന്ന് പറയുമ്പോൾ 150 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ ബിൽഡിങ് ആകെ ക്ഷയിച്ച് നിൽക്കുക. ആ ബിൽഡിങ്ങിന് നമുക്ക് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഓൾറെഡി. ആ ബിൽഡിങ്ങിന് ക്ലാസ് നടത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ബിൽഡിങ് ഫുൾ ചോർച്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊക്കെ ആകെ ഷീറ്റ് അടിച്ചിട്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ PT പ്രസിഡൻ്റാണ്. ഫുള്ള് ലീക്കാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വീണിട്ട് അത് ഓടുകളൊക്കെ പൊട്ടി ലീക്കാണ്. നമ്മൾ MLA അടുത്ത് ബിൽഡിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ ചോദിച്ചു. പക്ഷേ പറഞ്ഞ് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലായാലും ഇതിന് കാര്യക്ഷമമായ ഒന്നും ചെയ്യുന്നില്ല. ഒക്കെ ചെയ്യാമെന്ന് പറയുന്ന അല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കുട്ടികളുടെ ജീവന് തന്നെ അപകടമാണ് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ. കുട്ടികൾ ഈ ക്ലാസ്സിൽ ഇപ്പോഴും ക്ലാസ് നടക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൽ. അപ്പുറത്ത് നമ്മളിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്ന അതിൽ നിന്നൊക്കെ മാറ്റി കുട്ടികളെ മാറ്റി ഇപ്പോൾ അവിടെ ഒരു ഹാളിൽ ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ് എങ്ങനെയെങ്കിലും നമുക്കൊരു
ബിൽഡിംഗ് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. നിലവിൽ ഇത്രയും ഭീഷണി ഉണ്ടായിട്ടും കുട്ടികൾ എത്തി തന്നെ ഇത് പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആശങ്ക ഇരട്ടിയാണ്. ആശങ്ക എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഭയങ്കര ആശങ്കയാണ്. അവർ വളരെയധികം കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ PT പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ എനിക്ക് ടീച്ചർമാർക്കൊക്കെ വലിയ വിഷമമുണ്ട് ഇതിൽ ഒരു ബിൽഡിംഗ് ഇല്ലാത്തത് കൊണ്ടുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ PTA പ്രസിഡന്റ് തന്നെയാണ് ഈ ഒരു ആശങ്ക വെച്ചിരിക്കുന്നത്. അതായത് ഈ ക്ലാസ് പ്രവർത്തിക്കുന്ന കെട്ടിടം, ഈ കെട്ടിടത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ഇല്ല, അത് നഷ്ടപ്പെട്ടു. അതിനോട് തന്നെ ചേർന്നിരിക്കുന്ന മറ്റൊരു കെട്ടിടത്തിലാണ് ഈ ദുരവസ്ഥ. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിനുള്ളിലിരുന്ന് പഠിക്കേണ്ട ഗതികേടിലേക്ക് ഒരു പറ്റം വിദ്യാർത്ഥികൾ മാറുന്നു. അതിന് MLA അടുത്ത് ചെന്ന് മുട്ടുന്നു. MLA അവർ കയറിയിറങ്ങാത്ത വാതിലുകളില്ല, അതായത് സർക്കാർ അധികാരികളില്ല, ഉദ്യോഗസ്ഥരില്ല. ഇവരെല്ലാവരും പലയിടത്തും ചെന്ന് ചോദിക്കുമ്പോൾ ഫണ്ടില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മൾക്ക് ഈ ദൃശ്യങ്ങളുടെ ഇതിന് മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ തന്നെ കാണാം ഈ വിടവുകളടക്കം, അതായത് ഈ കെട്ടിടത്തിൻ്റെ മുകൾ തട്ടിൽ ദ്രവിച്ച് ഇരിക്കുന്ന, അതായത് കട്ടികകളടക്കം അതിൻ്റെ ഭാഗങ്ങളടക്കം ദ്രവിച്ചിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓടുകളടക്കം വിടവുകളുണ്ട്, ആ വിടവുകളിലൂടെ വെള്ളം ആഴ്ന്നിറങ്ങുന്നു. ഒപ്പം തന്നെ ഭിത്തിയടക്കം കാലപ്പഴക്കത്തെ തുടർന്ന് ദ്രവിച്ചിരിക്കുന്ന ആ ഒരു ക്ലാസ് മുറികൾക്കുള്ളിലിരുന്ന് പഠിക്കേണ്ട നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു. അതായത് പരാതി പറഞ്ഞിട്ടും പുതിയ സ്കൂൾ കെട്ടിടം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിനുവേണ്ട നടപടികളൊന്നും സ്വീകരിക്കാതെ വന്നതോടുകൂടി അവർ ഉള്ള സൗകര്യത്തിലിരുന്ന് പഠിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. തൃശ്ശൂർ ജില്ലയിലെ താന്യം പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്ങോട്ടുകര ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഈ ദുരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി സാനു, പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള LP സ്കൂൾ പ്രവർത്തിക്കുന്നത് ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടിയാണ്. ആ ദുരവസ്ഥയാണ് തത്സമയം നമ്മൾ കണ്ടത്. സാനു K സജീവാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. അദാനിയുടെ പവർ ഇനി ബീഹാറിലും 2400 മെഗാവാട്ട് ശേഷിയുള്ള ഗ്രീൻഫീൽഡ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുത നിലയം വികസിപ്പിക്കും. അദാനി പവർ ബീഹാറിലെ ഭഗൽപുരി സെർപിന്തയിലാകും പ്ലാന്റ് സ്ഥാപിക്കുക. വൈദ്യുതി വിതരണ കമ്പനികൾക്ക് 2274 മെഗാവാട്ട് വൈദ്യുതി വിതരണം ചെയ്യും. 800 മെഗാവാട്ട് ശേഷിയുള്ള 3 യൂണിറ്റുകളാകും പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുക. ആദ്യത്തെ പ്ലാന്റ് 48 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യും. 60 മാസത്തിനുള്ളിൽ 3 പ്ലാന്റുകളും സജ്ജമാകും. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ ഗുരുതര വീഴ്ച. ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനമില്ല. 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് KSRTC വാങ്ങിയിട്ടില്ല. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പുറത്ത്. KSRTC ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടറും ജീവനക്കാരുടെ സംഘടനയായ ഫോറം ഫോർ ജസ്റ്റിസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഷാജൻ P നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. കഴിഞ്ഞ 15 വർഷമായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തങ്ങളുടെ ബസ്സുകളിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് പുതുതായി നിരത്തിലിറക്കിയ ബസ്സുകളിൽ മാത്രമെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. കോർപ്പറേഷൻ തന്ന മറുപടിയിൽ പറയുന്നത് പുതുതായി ലഭ്യമാക്കുന്ന ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിനർത്ഥം പഴയ ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലും ഇല്ല എന്നതാണ്. മാത്രമല്ല 2010 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഒരു മരുന്നും വാങ്ങിയിട്ടില്ല എന്ന മറുപടിയാണ്. അതായത് മരുന്നുകൾ വാങ്ങാനുള്ള ഉത്തരവുകളൊന്നും നൽകിയിട്ടില്ല. 2 മാസം മുൻപ് KSRTC ഇൻസ്പെക്ടർ ബസ് പരിശോധിച്ചപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുകളില്ലാത്തതിന് കണ്ടക്ടർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതോടെയാണ് വിവരാവകാശ രേഖ സമർപ്പിക്കാൻ സംഘടന തീരുമാനിച്ചത്. ജനം, തൃശൂർ. തിരികെ തമിഴ് ശേഷം
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 160 രൂപ വർദ്ധിച്ച് 75,200 രൂപയായി. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ചു. ആലുവയിൽ വെളിച്ചെണ്ണ മോഷണം. ആലുവ തോട്ടുമുഖം പാലത്തിന് സമീപമുള്ള കടയിൽ നിന്നാണ് 30 കുപ്പി വെളിച്ചെണ്ണ മോഷണം പോയത്. വെളിച്ചെണ്ണ മോഷ്ടാവിനായി പോലീസ് അന്വേഷണം തുടങ്ങി. ആലുവ തോട്ടുമുക്കം പാലത്തിന് സമീപമുള്ള ആയൂബ് എന്നയാളുടെ കടയിൽ നിന്നാണ് 30 കുപ്പി വെളിച്ചെണ്ണ മോഷണം പോയത്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 530 രൂപയാണ് ചില്ലറ വിപണി വില. 1 ലിറ്ററിന്റെ 30 കുപ്പി വെളിച്ചെണ്ണയാണ് കള്ളൻ കൈക്കലാക്കിയത്. നഷ്ടപ്പെട്ട വെളിച്ചെണ്ണയ്ക്ക് 16,000 രൂപയോളം വില വരും. വെളിച്ചെണ്ണ വില കൂടിയെങ്കിൽ തന്നെയായിരിക്കണം നമുക്ക് ഉപയോഗിക്കുന്നത്. കാരണം ഒരു 10-30 കുപ്പികൾ മുകളിൽ പോയിട്ടുണ്ട്. നമുക്കൊരു 3-4 കുപ്പിയെ കിട്ടിയുള്ളൂ ബാലൻസ്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ എടുത്ത് വെക്കാറുണ്ട്. 4 കുപ്പികളെ നമുക്കൊരു ബാലൻസ് കിട്ടും. ബാക്കി അത് ചാക്കിലാക്കിയാണ് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഉപേക്ഷിച്ച് പോയതാണ്. ബാക്കി 10-30 കുപ്പിയുടെ മുകളിലും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പാല് ഒരു 10 പാക്കറ്റോളം പാല് പോയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ നശിപ്പിച്ചിട്ടേച്ച് ക്യാമറയുടെ എല്ലാവരും നശിപ്പിച്ചിട്ടാറുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ട് അവർ അന്വേഷിക്കാമെന്ന് നമുക്ക് നല്ലൊരു ഇത് തന്നിട്ടുണ്ട്. കടയിൽ നിന്ന് തന്നെ എടുത്ത ചാക്കിലാണ് വെളിച്ചെണ്ണ കൊണ്ടുപോയത്. വെളിച്ചെണ്ണയ്ക്കൊപ്പം 10 പാക്കറ്റ് പാലും 1 പെട്ടി ആപ്പിളും കള്ളൻ കൊണ്ടുപോയി. മോഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ ക്യാമറ കണ്ടതോടെ അതിന്റെ കേബിളും മുറിച്ചുവിട്ടാണ് കള്ളൻ സ്ഥലം വിട്ടത്. ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനം, കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം. തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട PMSSY ബ്ലോക്കിലാണ് മോഷണം. 2 കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്കുകൾ കാണാതായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വ്യാപക തിരിമറിയെന്ന ആരോപണവുമായി BJP. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുന്നത്. ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇലക്ഷൻ കമ്മീഷനിൽ BJP പരാതി നൽകി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നൽകിയ വ്യാപകമായ ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി BJP സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി. ഇടത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ മേഖലകളിൽ വിജയിക്കാനായി ഇടത് യൂണിയനുകളിൽപ്പെട്ട ജീവനക്കാരെ കൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു എന്ന രേഖകളും BJP പുറത്തുവിട്ടു. ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് സംഖ്യയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഓരോ പഞ്ചായത്തുകളിലെയും കണക്കുകൾ ഞങ്ങൾ കൃത്യമായി പഠിച്ചു. അതിലെ കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ഒരു ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഈ കണക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. 3 തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ID കാർഡിൽ, അതായത് ഒരേ ID കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ, പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ. ഇത് കാറ്റഗറി 1. 2, ഒരേ വ്യക്തിക്ക് ഒരേ ID കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട്. അതായത് ഒരു വ്യക്തിക്ക് ഒരു ID കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള തരത്തിലുള്ള 2ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേര്, ഒരേ ഗാർഡിയൻ, ഒരേ വീട്ടു നമ്പർ, പക്ഷേ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ID നമ്പറുകൾ. ഒരേ ID നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ, ഒരു വ്യക്തിക്ക് തന്നെ പലയിടങ്ങളിലെ വോട്ട്, ഒരേ വ്യക്തിക്ക് തന്നെ ഒന്നിലധികം വോട്ട്, ഇങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് തിരിമറി കണ്ടെത്തിയത്. മുഹമ്മദ് ഫാറൂഖ് എന്ന പേരുള്ള വ്യക്തി, ആ മുഹമ്മദ് ഫാറൂഖ് എന്ന പേരുള്ള വ്യക്തിയുടെ ID കാർഡ് നമ്പർ സെയിം ആണ്, അദ്ദേഹത്തിന്റെ വീട്ടുപേരും സെയിം ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് കിടക്കുന്നത് 2 സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിന് 2 സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാം. അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ 2,76,799 വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം 7,316 ആളുകളെ, ഇങ്ങനെ ഇരട്ട വോട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം വോട്ട് എന്ന രീതിയിൽ ആകെ 2,76,793 പേരുടെ വ്യാജ പട്ടിക കണ്ടെത്തി. വാർഡ് വിഭജനത്തിന് ശേഷം ക്രോഡീകരിച്ച കണക്കുകളിലാണ് വ്യാപക തിരിമറികൾ കണ്ടെത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 7,000-ലധികം വ്യാജ വോട്ടുകളുടെ പട്ടിക പുറത്തുവന്നു.
വോട്ടർ പട്ടികയിലെ തിരിമറിയിൽ BJP സംസ്ഥാന നേതൃത്വം ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കേരള NGO സംഘ 46-ാം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് T ദേവാനന്ദൻ അധ്യക്ഷനാകും. ഭാരവാഹി യോഗം, സാംസ്കാരിക സമ്മേളനം, പൊതുസമ്മേളനം, സംസ്ഥാന കൌൺസിൽ യോഗം, സുഹൃത്ത് സമ്മേളനം എന്നിവ 3 ദിവസങ്ങളിലായി നടക്കും. സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയമാണ് സമ്മേളനത്തിന്റെ പ്രധാന വേദി. 9-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് സമാപന സമ്മേളനം നടക്കും. രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ നടു റോഡിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ അഭ്യാസം. രാമനാട്ടുകര കോഴിക്കോട് റൂട്ടിലാണ് സംഭവം. ഇരുചക്ര യാത്രക്കാരനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ആക്രമണം. കാന്തല്ലൂർ ടൗണിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാന്തല്ലൂരിൽ ഒരു കാറും കാട്ടാന തകർത്തു. കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റിൽ ഇന്നലെ രാത്രി എത്തി. അരുവിക്കാട്, മാട്ടുപ്പെട്ടി മേഖലകളിൽ കഴിഞ്ഞ 1 മാസമായി ആശങ്ക സൃഷ്ടിക്കുകയാണ് പടയപ്പ. തൃശൂർ ചേലക്കരയ്ക്ക് പിന്നാലെ വാഴക്കോടും കാട്ടാന ഇറങ്ങി. ഇന്നലെ ചേലക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ രാത്രി ആറ്റൂരിൽ ഇറങ്ങിയ ഒറ്റയാൻ ബൈക്ക് യാത്രികനെ ആക്രമിച്ചിരുന്നു. പാലക്കാട് ആലത്തൂർ വെങ്ങന്നൂരിൽ 2.6 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വെങ്ങന്നൂർ വാലിപ്പറമ്പ് സ്വദേശി ദീപുവാണ് പിടിയിലായത്. വെങ്ങന്നൂർ പറയങ്കോട് ഒരു വീട് വാടകയ്ക്കെടുത്ത് ദീപുവും മറ്റു 3 പേരും ചേർന്ന് കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലത്തൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ദീപുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പേർ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി നീട്ടി ഇലക്ഷൻ കമ്മീഷൻ. ഈ മാസം 12-ാം തീയതി വരെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യപ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം. ഇന്നു വൈകുന്നേരം 5 മണിവരെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ 5 ദിവസം നീട്ടി നൽകാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം. ഈ മാസം 12-ാം തീയതി വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി പൊതുജനങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പ്രശ്നങ്ങളാണ് കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്ന് BJP ആരോപിച്ചു. ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് പേരുമാറ്റൽ തുടങ്ങിയ പ്രക്രിയകൾക്ക് തുടക്കം മുതലേ പല സാങ്കേതിക പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത നിരവധി പേരുടെ പേര് നിലവിലെ പട്ടികയിൽ നിന്ന് വിട്ടുപോയെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ഒരു അക്കൗണ്ടിൽ നിന്നും 10 പേരുടെ പേര് മാത്രമേ ചേർക്കാൻ കഴിയൂ എന്നുള്ള പരിമിതിയും വെബ്സൈറ്റ് ഇടയ്ക്ക് തകരാറിലാകുന്നതും പ്രധാന പ്രശ്നമായിരുന്നു. ഈ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാണ് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനുള്ള കാലാവധി ഉയർത്തിയത്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.